ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. ഇത് ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ തിരക്കുകൾ കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈദ് നൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഈദ് നൈറ്റ് ഇട്ടതിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുലുവിൽ കയറി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫാത്തുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം മൈലാഞ്ചി ഇട്ടത് 1 മണിക്കൂർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലായിടത്തും മൈലാഞ്ചി ഇടാൻ പോയിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പേരിന് ഇട്ടതാണ്. വെളുപ്പിന് 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം കുളിച്ച്, കാരണം ഞങ്ങൾ വെളുപ്പിനായി എത്തിയപ്പോൾ തന്നെ കുളിച്ച് വേഗം സീനു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പ്ലാനും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കണം ഇടണം എന്നൊക്കെ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വീഡിയോ ഫോൺ പോലും എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസിലെടുത്തതാണ് ഞാൻ ഇതിലിടുന്നത്. ഞാൻ കുറേയൊക്കെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടും. ഇപ്രാവശ്യം മറ്റേ ടോയ്സൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ടോയ്സൊക്കെ കിട്ടിയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കോളം ആ ടോയ്സിന് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മിഠായി, പിന്നെ ബിസ്ക്കറ്റുകൾ, പൈസ അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസുകൾ ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ എടുത്തു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈം എന്ന് വെച്ചാൽ ഞങ്ങൾ വെളുപ്പിനുള്ള എത്തിയത്. ഞാൻ മെഹന്തി ഇടാൻ പോകണാരും കൊണ്ട് വലിയ പ്രിപ്പയർഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അവരെ കൂടെ എടുപ്പിക്കുക വെച്ചാൽ നിസ്സാര പണിയല്ല. പിന്നെ റൂമിലെത്തിയതിന് ശേഷം പെരുന്നാൾപ്പടി കൊടുക്കലായിരുന്നു. അത് ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. വാപ്പി എല്ലാവർക്കും പെരുന്നാൾപ്പടി കൊടുത്തപ്പോൾ ആളിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഒരു തിരക്കിലേക്ക് പോയി. ഉച്ചക്കലത്തെ ഫുഡ് മട്ടൻ ബിരിയാണി ആയിരുന്നു, ചെമ്മീൻ പൊരിച്ചതും, പപ്പടം, സലാഡ്, പിന്നെ പുഡിങ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. പുഡിങ്ങും പായസത്തിൻ്റെ ഫോട്ടോയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെത് എനിക്ക് കുറച്ച് ഞാൻ എടുത്ത് വെച്ചത് ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, താലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കണ പോലെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു താലം. അപ്പോൾ താലത്തിലേക്ക് കൊട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് സിനിമ ഇങ്ങനെ കൊട്ടിത്തന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, റൈസ് കഴിച്ചു. പിന്നെ എല്ലാ പ്രവാസികൾക്കും ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലാൻ ചെയ്യും, അവിടെ പോവാം ഇവിടെ പോവാമെന്ന്. പക്ഷേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുഡിങ് പോലും കഴിച്ചില്ല, നേരെ പോയി കിടന്നുറങ്ങി. അത്യാവശ്യം ക്ഷീണം ഉണ്ടായിരുന്നു. 3-4 ദിവസമായിട്ട് അമ്മ മെഹന്തി ഇടാൻ പോണ കഴിഞ്ഞ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, സുഹൂറൊക്കെ കഴിക്കാൻ പോയി. കാരണം നൈറ്റൊന്നും അധികം ഉറക്കമില്ല. അപ്പം അതുകൊണ്ട് ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണം തീർത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിങ് അന്ന്. അപ്പോൾ 3 ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. ആ 3 ദിവസം ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത് അത് കൊട്ടി. അപ്പോൾ ഇപ്പം തന്നെ പുഡിങ്ങും പായസമൊന്നും എടുക്കണ്ട, വയറ് ഓൾറെഡി നിറഞ്ഞു, ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്തില്ല. വൈകിട്ടാണ് കഴിച്ചത്. പക്ഷേ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ അബ്ദുവിനെ പിടിച്ചിരുത്തിയിട്ട് അബ്ദു കുറച്ച് ഇങ്ങനെ തിന്നിട്ട് പിന്നെ ഫുൾ കളിക്കലായിരുന്നു. എന്നാലും നമ്മൾ കൂടുമ്പോൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ ഇരുത്തി. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നൈറ്റ് പുറത്തേക്ക് പോയത്. പുറത്ത് പോയ കുറച്ച് വീഡിയോസുകളും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ ഒരുപാട് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. എല്ലാവരും കമൻറ്റ് പറയുന്നുണ്ട്, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതൊക്കെ പറയണതിൽ നെഗറ്റീവ് കേൾക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നാക്കാൻ നോക്കുന്നുണ്ട്. പോസിറ്റീവ് പറയുമ്പോൾ അത് സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്ക് ഭാബി വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ വീഡിയോ കോളിൽ കാണിച്ചെടുക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോയി. 3 ദിവസം അടുപ്പിച്ച് വെടിക്കെട്ടുണ്ടാവും. ഈവനിങ് ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അപ്പോഴേക്കും അബ്ദു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ എത്തി. ആൾ അപ്പോഴേക്കും ഒന്ന് എണീറ്റ്. ഞങ്ങൾ വക്രാസൂക്കിലാണ് പോയത്. വക്രാസൂക്കിൽ പോയി പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ടു. അതൊരു എക്സ്പ്രഷനും ഇല്ല, വെറുതെ നോക്കിക്കിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താക്കി, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫത്വ പൊറ്ററ്റോ ഫ്രൈ പറയാറുണ്ടായിരുന്നു, മറ്റേ സംഭവമില്ലേ, ആ തിരിഞ്ഞ് വന്നത്, അതിനെന്തോ പറയും, അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുൽഫി കണ്ടപ്പോൾ കുൽഫി കഴിച്ചു. പിന്നെ ഭക്ഷണം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബക്കറിൽ എമ്മിൽ പോയിട്ടാണ് കഴിച്ചത്. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുൽഫി കഴിച്ചു. പക്ഷേ അബ്ദുവിന് കഴിച്ചപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് പിന്നെ കഴിക്കാൻ കൂട്ടാക്കിയില്ല, തണുത്താരം കൊണ്ട്. അപ്പം എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ, കാരണം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എല്ലാവരും വാങ്ങുന്നുണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ ആ വക്രസൂക്കിലേക്ക് വരുന്നത്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു.
വീട്ടിലേക്ക് പോയി. അപ്പം 3 ദിവസത്തെ ട്രെയിനിലിരുന്നത് കാരണം ഫുൾ ഇടാൻ പറ്റിയില്ല. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതുപോലെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിലും ധൈര്യമായിട്ട് പറയാം, പോസിറ്റീവ് ആണെങ്കിലും പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.